ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 21 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 22-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തൂ ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ കാലടികളെ പിൻപറ്റരുത്. ആരെങ്കിലും അങ്ങനെ പിൻപറ്റുകയാണെങ്കിൽ ആ പിശാച് അവനെക്കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും പരിശുദ്ധമാകുമായിരുന്നില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധപ്പെടുത്തുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ശേഷം അള്ളാഹു പറയുന്നു, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും. വലാ യഅ്തലി, ഈ ഇത്തല എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു അല്ലെങ്കിൽ മുടക്കമുണ്ടാക്കി എന്നൊക്കെ അർത്ഥമുണ്ട്. ചേർത്തുകൊണ്ട് നമുക്ക് സത്യം ചെയ്ത് മുടക്കമുണ്ടാക്കി എന്ന് പറയാം. അതിൻ്റെ മുദാരിഅ യഅ്തലി എന്നാണ്. ഈ ഇത്തല എന്നുള്ളത് മാളിയാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. യഅ്തലി എന്ന് പറയുമ്പോൾ അത് മുദാരിഅ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. അതിൻ്റെ മുമ്പിൽ ആ മുദാരിയായിട്ടുള്ള യഅ്തലി എന്നുള്ളതിൻ്റെ മുമ്പിൽ ലാ ചേരുമ്പോൾ ലാ യഅ്തലി എന്നാവും. ആ നീട്ടൽ നഷ്ടപ്പെടും, ആ യാ നഷ്ടപ്പെടും. ലാ യഅ്തലി, സത്യം ചെയ്ത് മുടക്കമുണ്ടാക്കരുത്. അതിൻ്റെ മുമ്പിൽ ഒരു വാവുണ്ട്. ആ വാവ് അത്തിഫിൻ്റെ വാവായിട്ടും പറയാം, അല്ലെങ്കിൽ ഇസ്തിനാഫിയുടെ വാവായിട്ടും പറയാം. അത്തിഫിൻ്റെ വാവാകുമ്പോൾ തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളോട് ചേർത്തുകൊണ്ട് അർത്ഥം പറയാം. തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു, നിങ്ങൾ പിശാചിൻ്റെ കാലടികളെ പിൻപറ്റരുത്. എന്നിട്ട് അതുമാത്രമല്ല, ഇനി പറയുന്ന ഇതും ചെയ്യരുത്. വലാ യഅ്തലി, നിങ്ങൾ സത്യം ചെയ്തുകൊണ്ട് മുടക്കമുണ്ടാക്കുകയും ചെയ്യരുത് എന്ന് അതിനോട് ചേർത്ത് പറയാം. അല്ലെങ്കിൽ ഇതൊരു പുതിയ കാര്യം തുടങ്ങുന്ന പോലെയും പറയാം. വലാ യഅ്തലി, സത്യം ചെയ്തുകൊണ്ട് മുടക്കമുണ്ടാക്കരുത്. ആര്? ഉലുൽ ഫദ്ലി. ഫദ്ൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത. ഉലു എന്ന് പറഞ്ഞാൽ ഉള്ള. ദു എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ദാ ദു ദി. അതേപോലെ ഉലു എന്ന് പറഞ്ഞാൽ ഉള്ള. ഉലുൽ ഫദ്ലി, ശ്രേഷ്ഠതയുള്ളവൻ. അപ്പോൾ ശ്രേഷ്ഠതയുള്ളവൻ സത്യം ചെയ്തുകൊണ്ട് മുടക്കമുണ്ടാക്കരുത്. മിൻകും, നിങ്ങളിൽ നിന്നുള്ള. നിങ്ങളിലെ ശ്രേഷ്ഠതയുള്ളവർ സത്യം ചെയ്തുകൊണ്ട് മുടക്കമുണ്ടാക്കരുത്. ഇവിടെ ഉലുൽ ഫദ്ലി എന്ന് പറയുമ്പോൾ, ശ്രേഷ്ഠതയുള്ളവൻ എന്ന് പറയുമ്പോൾ, ആ ശ്രേഷ്ഠത എന്നുള്ളത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ദീനീപരമായ അറിവുള്ള ആ ഒരു ശ്രേഷ്ഠതയും, നല്ല ദീനീപരമായ അറിവുണ്ടെങ്കിൽ നല്ല ശ്രേഷ്ഠതയുള്ള ആളാണല്ലോ. അപ്പോൾ ആ രൂപത്തിലൊക്കെ ശ്രേഷ്ഠത എന്നുള്ള അർത്ഥം അവിടെ സൂചിപ്പിക്കാം. അപ്പോൾ നിങ്ങളിലെ ശ്രേഷ്ഠതയുള്ളവർ മുടക്കമുണ്ടാക്കരുത്, സത്യം ചെയ്തുകൊണ്ട് മുടക്കരുത്. വസ്സഅതി, സഅത്ത് എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലെങ്കിൽ നിവൃത്തി. അപ്പോൾ വസ്സഅതി എന്ന് പറയുമ്പോൾ കഴിവും അല്ലെങ്കിൽ നിവൃത്തിയും. വാവ് അത്തിഫിൻ്റെ വാവാണ്. അപ്പോൾ നിങ്ങളിലെ കഴിവും ശ്രേഷ്ഠതയുമൊക്കെ ഉള്ളവർ സത്യം ചെയ്തുകൊണ്ട് മുടക്കമുണ്ടാക്കരുത്. എന്തിന്? ഐ യുഅ്തൂ. ആത്ത എന്ന് പറഞ്ഞാൽ നൽകി, കൊടുത്തു എന്നൊക്കെയാണ്. ആത്ത, അത്ത എന്നല്ല. അത്ത എന്നാകുമ്പോൾ വന്നു എന്നാണ്. ഇത് ആത്ത എന്നാണ്. ആ എന്നുള്ളതിന് നീട്ടലുണ്ട്. അപ്പോൾ അർത്ഥം മാറും. ആത്ത, നൽകി അല്ലെങ്കിൽ കൊടുത്തു. അതിൻ്റെ മുദാരിയാണ് യുഅ്തീ. യുഅ്തീ എന്ന് പറയുമ്പോൾ നൽകുന്നു അല്ലെങ്കിൽ നൽകും, കൊടുക്കുന്നു അല്ലെങ്കിൽ കൊടുക്കും. അതിൻ്റെ ബഹുവചന രൂപമാണ് യുഅ്തൂന. അവർ നൽകും അല്ലെങ്കിൽ അവർ കൊടുക്കും, അവർ നൽകുന്നു, അവർ കൊടുക്കുന്നു. അതിന് മുമ്പിൽ അൻ വരുമ്പോൾ അൻ യുഅ്തൂ എന്നാവും. അവസാനത്തെ നൂന് നഷ്ടപ്പെടും. അൻ യുഅ്തൂ, നൽകുന്നതിന് അല്ലെങ്കിൽ കൊടുക്കുന്നതിന്. അപ്പോൾ കൊടുക്കുന്നതിന് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. കൊടുക്കുന്ന ആ കാര്യത്തിൽ നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. ആർക്ക്? ഉലിൽ ഖുർബ. നേരത്തെ ഉലു എന്ന് വന്നു, ഇവിടെ ഉലി എന്ന് വന്നു. രണ്ടും ഒരേ അർത്ഥമാണ്. എന്തുകൊണ്ടാണ് മാറ്റം എന്നുള്ളത് ഗ്രാമറിൻ്റെ സമയത്ത് നമുക്ക് പറയാം. ഉലി, ഉള്ളവൻ അല്ലെങ്കിൽ ഉള്ള. ഉലിൽ ഖുർബ, ഖറുബ എന്ന് പറഞ്ഞാൽ അടുത്തു, ഖുർബ
ശരിക്ക് അടുപ്പം, കുടുംബബന്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉലിൽ ഖുർബ, കുടുംബബന്ധമുള്ളവർക്ക്, വൽ മസാക്കീന, മിസ്കീൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മസാക്കീൻ. മസാക്കീൻ എന്ന് പറഞ്ഞാൽ സാധുക്കൾ അല്ലെങ്കിൽ അഗതികൾ. ഈ ഫക്കീറും മിസ്കീനും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളതായിട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഫക്കീർ എന്ന് പറയുമ്പോൾ അവർ ദരിദ്രരാണ്, പാവങ്ങളാണ്. പക്ഷേ അവരുടെ ദാരിദ്ര്യം മറ്റുള്ള ആളുകൾ അറിയുന്നതിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവർ മറ്റുള്ള ആളുകളോട് ആ കാര്യം തുറന്നു പറയും, എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കുകയും ചെയ്യും. എന്നാൽ മിസ്കീൻ എന്ന് പറയുമ്പോൾ അവർ പാവങ്ങളാണ്, ദരിദ്രരാണ്. പക്ഷേ അവർ ദരിദ്രരാണ് എന്നുള്ള കാര്യം മറ്റുള്ള ആളുകളെ ആരെയും അറിയിക്കാതെ ജീവിക്കുന്ന ആളുകളാണ്. അഭിമാനം കൊണ്ട് അത് പുറത്ത് പറയാൻ മടിക്കുന്ന ആളുകളാണ്. ആ രൂപത്തിൽ ഭാഷാ പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ വൽ മസാക്കീന, സാധുക്കൾക്കും, വൽ മുഹാജിരീന, ഹാജറ എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയി, മുഹാജിർ ഹിജ്റ പോകുന്നവൻ അല്ലെങ്കിൽ ഹിജ്റ പോയവൻ, മുഹാജിറൂൻ ഹിജ്റ പോയവർ, മുഹാജിരീൻ അതൊക്കെ അതേ അർത്ഥം തന്നെയാണ്. അപ്പോൾ മുഹാജിറുകൾക്കും, വൽ മസാക്കീന വൽ മുഹാജിരീന, അഗതികൾക്കും മുഹാജിറുകൾക്കും എന്ന് പറഞ്ഞാൽ ഹിജ്റ വന്നവർക്കും ഹിജ്റ പോയവർക്കും, ഫീ സബീലില്ലാഹി, സബീലുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗം, സബീൽ എന്ന് പറഞ്ഞാൽ മാർഗം, സബീലുല്ലാഹി അള്ളാഹുവിൻ്റെ മാർഗം. ഫീ എന്ന് വരുമ്പോൾ ഫീ സബീലില്ലാഹി എന്നാവും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോയവർക്കും അല്ലെങ്കിൽ ഹിജ്റ വന്നവർക്കും. വൽ യാഫൂ, അഫ എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുത്തു എന്നാണ്. അതിൻ്റെ മുതാരി യാഫൂ, മാപ്പ് കൊടുക്കും, മാപ്പ് കൊടുക്കുന്നു. യാഫൂന, അവർ മാപ്പ് കൊടുക്കും, അവർ മാപ്പ് കൊടുക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലി എന്ന് ചേർക്കുമ്പോൾ ലി യാഫൂ എന്നാവും. ലി യാഫൂന എന്നല്ല, ലി യാഫൂ എന്നാവും. അവർ മാപ്പ് നൽകട്ടെ. അതിൻ്റെ മുമ്പിൽ വാവ് വരുമ്പോൾ വ ലി യാഫൂ എന്നുള്ളത് വൽ യാഫൂ എന്നാവും. അവർ മാപ്പ് നൽകുകയും ചെയ്യട്ടെ. വാവ് അത്ഫിൻ്റെ വാവ് അല്ലെങ്കിൽ ഇസ്തിനാഫിയുടെ വാവായിട്ടും പറയാം. അപ്പോൾ വൽ യാഫൂ, അവർ മാപ്പ് നൽകട്ടെ അല്ലെങ്കിൽ അവർ മാപ്പ് നൽകുകയും ചെയ്യട്ടെ. വൽ യസ്ഫഹു, സ്വഫഹ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുത്തു എന്നാണ്. അതിൻ്റെ മുതാരി യസ്ഫഹു, വിട്ടുകൊടുക്കും, വിട്ടുകൊടുക്കുന്നു. യസ്ഫഹൂന, അവർ വിട്ടുകൊടുക്കും, അവർ വിട്ടുകൊടുക്കുന്നു. ലി യസ്ഫഹു, ലി എന്ന് വരുമ്പോൾ യസ്ഫഹൂന എന്നുള്ളത് യസ്ഫഹു എന്നാവും. അവർ വിട്ടുകൊടുക്കട്ടെ. അതിൻ്റെ മുമ്പിൽ വ എന്ന് ചേരുമ്പോൾ വ ലി യസ്ഫഹു എന്നുള്ളത് വൽ യസ്ഫഹു എന്നാണ് വരിക. അവർ വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ. അലാ തൊഹിബൂന, അഹബ്ബ ഇഷ്ടപ്പെട്ടു, യുഹിബു ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടുന്നു. തൊഹിബു നീ ഇഷ്ടപ്പെടും, നീ ഇഷ്ടപ്പെടുന്നു. തൊഹിബൂന നിങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ലാ തൊഹിബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതിന് മുമ്പിൽ അ എന്ന് ചേരുമ്പോൾ അതൊരു ചോദ്യമായിട്ട് മാറും. അലാ തൊഹിബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. ലാ തൊഹിബൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അലാ തൊഹിബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. എന്തിനെ ഇഷ്ടപ്പെടുന്നില്ലേ? ഐ യഗ്ഫിറല്ലാഹു, ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുത്തു അല്ലെങ്കിൽ പുറത്തു തന്നു. അതിൻ്റെ മുതാരി യഗ്ഫിറു, പുറത്തു കൊടുക്കും അല്ലെങ്കിൽ പുറത്തു തരും. അതിന് മുമ്പിൽ അൻ വരുമ്പോൾ അൻ യഗ്ഫിറ എന്നാവും, പുറത്തു തരുവാൻ. ആര്? അള്ളാഹു. അൻ യഗ്ഫിറല്ലാഹു, അള്ളാഹു പുറത്തു തരുവാൻ. ആർക്ക്? ലക്കും, നിങ്ങൾക്ക്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. വല്ലാഹു, അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്. വല്ലാഹു അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹു ആകട്ടെ ഗഫൂറുൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്. റഹീമുൻ കരുണാനിധിയുമാണ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ വന്നവർക്കും സാധുക്കൾക്കും കുടുംബബന്ധമുള്ളവർക്കും കൊടുക്കുന്നതിനെ നിവൃത്തിയും ശ്രേഷ്ഠതയുമുള്ള നിങ്ങളിൽ നിന്നുള്ള ആളുകൾ സത്യം ചെയ്തുകൊണ്ട് തടയരുത്. വൽ യഅഫു വൽ യസ്ഫഹു, അവർ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും
കരുണാനിധിയുമാകുന്നു. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഈ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലം പല റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു സൂറത്തിൽ നമ്മൾ പറഞ്ഞു വന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു തെറ്റായ പ്രചരണം ആളുകൾ നടത്തിയത്. അത് മുനാഫിക്കുകൾ ഉണ്ടാക്കി. ചില സത്യവിശ്വാസികളൊക്കെ അതിൽ പെടുകയും ചെയ്തു. അവരും ആ ഒരു ആരോപണം ഏറ്റുപറഞ്ഞു. ആ ഒരു കൂട്ടത്തിൽ മിസ്തഹ് ബിനു ഉസാസ റളിയല്ലാഹു അൻഹു, ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യ പുത്രനാണ് എന്നുള്ള രൂപത്തിലാണ് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരൻ്റെ മകൻ. അപ്പോൾ അത്രയും അടുത്ത ബന്ധമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ഒരു വളരെ സാധുവായിട്ടുള്ള ആളാണ്. സാമ്പത്തികമായിട്ടൊക്കെ വളരെ സാധുവായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഹിജ്റ വന്ന ആളാണ്, അതായത് മുഹാജിറാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. ഒരു സത്യവിശ്വാസിയാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ ഒരു അപവാദ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അറിയാതെ അതിൽ പെട്ടുപോയി. അങ്ങനെ ആ ഒരു സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായിട്ടും ആ ഒരു സ്വന്തം മകളെക്കുറിച്ച് ഇത്തരം അപവാദ പ്രചരണങ്ങൾ പറഞ്ഞപ്പോൾ, അതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്, ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിലാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ. ആ രൂപത്തിൽ സാമ്പത്തികമായി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് പോലും ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഈ ഒരു അപവാദ പ്രചരണം പറഞ്ഞു. മറ്റുള്ളവരൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇദ്ദേഹവും പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ഞാൻ കൊടുക്കുന്ന സഹായങ്ങളൊക്കെ നിർത്തിവെക്കുകയാണ്. അങ്ങനെ ശപഥം ചെയ്തു, സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, പ്രതിജ്ഞ എടുത്തുകൊണ്ട് പറഞ്ഞു. പക്ഷേ ആ ഒരു സംഗതി തെറ്റായിപ്പോയി എന്നുള്ള കാര്യമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുക. അതായത് നിങ്ങളിൽ കഴിവും ശ്രേഷ്ഠതയുമൊക്കെയുള്ള ആളുകൾ അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് മുടക്കമുണ്ടാക്കാൻ പാടില്ല. ആർക്ക്? അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാക്കീന വൽ മുഹാജിരീന ഫീ സബീലില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആളുകൾക്കും അഗതികൾക്കും കുടുംബബന്ധം പാലിക്കുന്ന ആളുകൾക്കുമൊക്കെ നൽകുന്നതിനെ നിങ്ങൾ അങ്ങനെ തടയാൻ പാടില്ല, അങ്ങനെ നിങ്ങൾ കൊടുക്കൂല എന്ന് പറയാൻ പാടില്ല. ഇവിടെ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മുഹാജിറാണ്, ഹിജ്റ വന്ന ആളാണ്, മക്കയിലുണ്ടായിരുന്ന ആളാണ്, ഇങ്ങോട്ട് ഹിജ്റ വന്ന ആളാണ്. അതേപോലെ തന്നെ അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം ഒരു പാവപ്പെട്ട ആളാണ്, മിസ്കീനാണ്, കുടുംബബന്ധം പാലിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ ഈ ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെയുള്ള നല്ല വ്യക്തികൾക്ക് നിങ്ങൾ കൊടുത്തു വരുന്ന സഹായമൊന്നും നിങ്ങളങ്ങനെ നിർത്തുമെന്ന് ശപഥം ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു കൽപ്പിച്ചു. അപ്പോൾ അള്ളാഹു അവിടെ പറയുന്നൊരു കാര്യം, വൽ യഅഫു വൽ യസ്ഫഹു, നിങ്ങൾ മാപ്പ് കൊടുക്കുക. അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുക്കണം, അവർക്ക് വിട്ടുകൊടുക്കണം. എന്താ ഈ മാപ്പ് കൊടുക്കലും വിട്ടുകൊടുക്കലും തമ്മിലുള്ള വ്യത്യാസം? വൽ യഅഫു, നിങ്ങൾ മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു. മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രതികാര നടപടികൾ, എതിർ നടപടികളൊന്നും എടുക്കാതിരിക്കുക, ശിക്ഷാ നടപടികളൊന്നും എടുക്കാതിരിക്കുക, അതാണ് മാപ്പ് കൊടുക്കുക. വൽ യസ്ഫഹു, വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്ന് തന്നെ ആ തെറ്റിനെ മായ്ച്ചു കളയുക. അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിൽ നിന്ന് തന്നെ പരമാവധി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയെ എങ്ങനെയാണോ നമ്മൾ പരിഗണിക്കുന്നത് ആ രൂപത്തിൽ പരിഗണിക്കുക. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന്. അതായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, അള്ളാഹു നമുക്ക് പുറത്തു തരണമെന്ന്. നമ്മൾ പല പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയുന്ന ആളുകളാണ്. പക്ഷെ മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ശരിക്ക് അങ്ങനെ അള്ളാഹുവിനോട് പുറത്തു തരണേ എന്ന് ചോദിക്കാനുള്ള അർഹത നമുക്കുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മറ്റാർക്കും പുറത്തു കൊടുക്കാൻ തയ്യാറല്ല, എന്നാൽ നമുക്ക് അള്ളാഹു പുറത്തു തരും വേണം. ഇവിടെയാണ് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, പിന്നെ എന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്താൽ? അതുപോലെ തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയ ഒരു വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പോൾ അള്ളാഹു മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് പുറത്തു കൊടുത്തു എങ്കിൽ, അദ്ദേഹം തൗബ ചെയ്തിട്ട് അള്ളാഹു പുറത്തു കൊടുത്തു എങ്കിൽ, പിന്നെ നിങ്ങളെന്തിനാണ് ആ ഒരു പ്രശ്നം നിങ്ങളായിട്ട് മനസ്സിൽ വെക്കുന്നത്? അള്ളാഹു പുറത്തു കൊടുത്തുവെങ്കിൽ നിങ്ങൾക്ക് പുറത്തു കൊടുത്തൂടെ?
അതേപോലെ തന്നെ നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും പുറത്തു കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടെ ഇത് ഈ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല. ഈ ഒരു ആയത്തിൽ പറയുന്ന വിഷയം എല്ലാ ആളുകൾക്കുമുള്ള വ്യക്തമായ ഒരു അറിയിപ്പാണ്. അതായത് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു, നമുക്ക് സഹായം തരണമെന്ന് നമ്മൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണ്ടേ? നമ്മളോട് പുറത്തു തരണമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അത് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന ആളുകളാവണ്ടേ? ഈ ഒരു കാര്യമാണ് ഇവിടെ അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയാണ്, വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയുമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചു പോകുമ്പോൾ അത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അത് പുറത്തു കൊടുക്കും എന്നുള്ള കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു കരുണാനിധിയാണ്, അങ്ങേയറ്റം കരുണാനിധിയാണ്. അള്ളാഹു അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. അതല്ലാതെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ മേലെ ശിക്ഷ നടപ്പിലാക്കണം എന്ന രൂപത്തിലിരിക്കുന്നവനല്ല. മറിച്ച് എങ്ങനെയെങ്കിലും അവൻ്റെ അടിമകൾ പാപമോചനം തേടണം. അങ്ങനെ പാപമോചനം തേടിയിട്ട് ആ തെറ്റിൽ നിന്ന് അവർ മാറി നിൽക്കണം. ഈ ഒരു രൂപത്തിലാണ് സത്യവിശ്വാസികളോട് അല്ലെങ്കിൽ മനുഷ്യരോട് അള്ളാഹു കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഈ ഒരു ആയത്തിറങ്ങിയതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ ഈ ആയത്തിനെ നേരെ അങ്ങ് ജീവിതത്തിലേക്ക് പകർത്തുകയാണ് ചെയ്തത്. സാധാരണ വെറുതെ അങ്ങ് പാരായണം ചെയ്ത് പോകുമ്പോൾ ആ രൂപത്തിൽ പകർത്താൻ പറ്റില്ല. നമ്മൾ പാരായണം ചെയ്യുന്നതിൻ്റെ കൂടെ അർത്ഥവും വിശദീകരണവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും വേണം. സ്വഹാബിമാരൊക്കെ അങ്ങനെയാണ്, ഒരു ആയത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് നേരെ ജീവിതത്തിലേക്ക് അങ്ങ് പകർത്തും. അപ്പോൾ ഈ ഒരു ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പകർത്തി. അതായത് ഈ ആയത്ത് കേട്ടപാടെ അദ്ദേഹം പറഞ്ഞു എന്നാണ്. അല്ലാതെ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാതെ എനിക്ക് പുറത്തു തരണം, അതുകൊണ്ട് ഞാൻ ആ ശബദത്തിൽ നിന്ന് പിന്മാറുന്നു, ഞാൻ ആ സത്യം ചെയ്യലിൽ നിന്ന് പിന്മാറുന്നു, ഞാൻ മിസ്തഹിന് കൊടുത്തിരുന്ന ആ ഒരു സഹായങ്ങളൊക്കെ ഇനിയും കൊടുക്കും എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. മാത്രമല്ല റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ആദ്യം കൊടുത്തതിനേക്കാൾ കൂടുതലായിരുന്നു പിന്നെ കൊടുത്തത് ഈ ആയത്തിറങ്ങിയതിന് ശേഷം. അപ്പോൾ ആ രൂപത്തിലാണ് അവരൊക്കെ ഇത്തരം കാര്യങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തിയത്. അതേസമയം നമ്മളുടെയൊക്കെ ആണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, നമ്മളൊരുപാട് സാമ്പത്തിക സഹായമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരെക്കുറിച്ചൊക്കെ അപവാദം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അദ്ദേഹത്തോട് നമ്മളെടുക്കുന്ന നിലപാട്? ഇത് ആ സമയത്ത് അങ്ങനെ പറഞ്ഞു എങ്കിലും അള്ളാഹുവിൻ്റെ ഈ ആയത്തിൽ ഈ കാര്യം മനസ്സിലായതോടുകൂടി അദ്ദേഹത്തോട് പിന്നെ യാതൊരു എതിർപ്പുമില്ല, മാനസികമായിട്ടുമില്ല. അദ്ദേഹത്തിന് കൊടുത്തിരുന്ന മറ്റു കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നൽകുകയാണ് ചെയ്തത്. അതുപോലെ ഇവിടെ വരുന്ന മറ്റൊരു ചർച്ച, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സത്യം ചെയ്തൊരു കാര്യത്തിൽ നിന്ന് പിന്മാറിയെങ്കിൽ അവിടെ അതിനുള്ള ഒരു പ്രായശ്ചിത്തം ചെയ്യണ്ടേ, കഫാറത്ത് കൊടുക്കണ്ടേ എന്നുള്ളതാണ്. ഇതിൽ രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. ഒന്ന്, കഫാറത്ത് കൊടുക്കണ്ട. കാരണം അദ്ദേഹം ഒരു തെറ്റായ കാര്യം ആണ് അവിടെ പറഞ്ഞത്. അതായത് ശപഥം ചെയ്തത് തെറ്റായൊരു കാര്യമായിരുന്നു. ഞാൻ ഇനി മുതൽ മിസ്തഹിന് സഹായമൊന്നും നൽകില്ല എന്നുള്ളത് തെറ്റായ കാര്യമാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം നല്ലൊരു കാര്യത്തിലേക്കാണ് വന്നത്, അത് നൽകും എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ആ ഒരു വരവ് തന്നെ അതിനുള്ള പ്രായശ്ചിത്തമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ടതില്ല എന്നാണ് ഒരു അഭിപ്രായം. മാത്രമല്ല ഈ ഒരു ആയത്തിൽ എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം നൽകണം എന്നുള്ള രൂപത്തിൽ സൂചനയൊന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് പ്രായശ്ചിത്തം നൽകണ്ട എന്നുള്ളതാണ് ഒരു അഭിപ്രായം. എന്നാൽ ഏറ്റവും ഭൂരിപക്ഷ അഭിപ്രായം, കുറച്ച് പ്രബലമായ അഭിപ്രായം മറ്റൊന്നാണ്, നേരെ വിപരീതമാണ്. അദ്ദേഹം പ്രായശ്ചിത്തം നൽകണം. കാരണം സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ മാഇദയിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സത്യം ചെയ്തത് മാറ്റി പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറിയാലുള്ള കഫാറത്ത്, അതിൻ്റെ പ്രായശ്ചിത്തം അത് നൽകുക തന്നെ വേണം. കാരണം ഇവിടെ അദ്ദേഹം ഒരു സത്യം ചെയ്തു, പിന്നീട് ആ സത്യത്തിൽ നിന്ന് ആ സത്യം മാറ്റി പറഞ്ഞു. അപ്പോൾ അത് ഏത് രൂപത്തിലുള്ളതാവട്ടെ അവിടെ യാതൊരു കഫാറത്തും ചെയ്യേണ്ടതില്ല എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുമ്പ് അവതരിച്ച ആ ഒരു പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് നൽകിയിട്ടുണ്ടാവും. ഏതായാലും എന്താണ് ഒരു സത്യം ചെയ്തത് മാറ്റി പറഞ്ഞാലുള്ള കഫാറത്ത്, അത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അതായത് ഒന്നുകിൽ 10 പാവങ്ങൾക്ക് ഭക്ഷണം നൽകണം അല്ലെങ്കിൽ വസ്ത്രം നൽകണം,
അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കണം. അതാണ് ഒരു സത്യം ചെയ്തത് മാറ്റി പറഞ്ഞാലുള്ള പ്രായശ്ചിത്തം. ഏതായാലും ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് വലിയ ഒരു പാഠമാണ് എല്ലാവർക്കും. അതായത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് നൽകി വരുന്ന സഹായങ്ങൾ നമ്മളായിട്ട് അങ്ങനെ നിർത്തിവെക്കാൻ പാടില്ല. കാരണം അള്ളാഹുവാണ് നമുക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ നൽകിയത്. അതിൽ നിന്ന് പാവങ്ങൾക്ക് നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അത് നൽകിക്കൊണ്ടിരിക്കണം. അത് അവരിങ്ങോട്ട് എന്തെങ്കിലും നന്മ ചെയ്യുമെന്നോ അല്ലെങ്കിൽ അവരുടെ ഇങ്ങോട്ടുള്ള സമീപനം നോക്കിയിട്ടോ അല്ല. ആ പാവങ്ങൾക്കത് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവർ നമ്മളോട് നന്ദി കാണിക്കും, നമ്മളെന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ അവർ വരും, അവർ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യും. ഇങ്ങനൊരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നൽകേണ്ടത്. നൽകുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. അത് നമ്മൾ നിറവേറ്റുക. അവർ നമ്മളോട് പ്രത്യുപകാരം ചെയ്യാതിരിക്കലും ചെയ്യലുമൊന്നും ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല എന്നർത്ഥം. അതൊരു വലിയ പാഠമാണ്. അതുപോലെ തന്നെ അള്ളാഹു ചോദിക്കുന്ന ആ ചോദ്യവും, അതായത് നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ പുറത്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, എന്നാലേ അള്ളാഹുവിനോട് ചോദിക്കാൻ എനിക്ക് അർഹതയുണ്ടാവൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വലാ യഅ്തലി ഉലുൽ ഫദ്ലി, ഉലൂ എന്നുണ്ട്, പക്ഷേ അതിനുശേഷം ഹംസത്തു വസ്ൽ വന്നപ്പോൾ ആ ഉലൂ എന്നുള്ളതിൻ്റെ മദ് നഷ്ടപ്പെട്ടു. മദ്ദിന് ശേഷം ഹംസത്തു വസ്ൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും. അപ്പോൾ ഉലൂ എന്ന് പറയില്ല, ഉലു എന്നേ പറയുള്ളൂ. ഉലുൽ ഫദ്ലി. മിങ്കും, ക്യാഫിൻ്റെ മുമ്പ് സുക്കൂൺ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മിങ്കും. വസ്സഅതി ഐ യുത്തു, അവിടെ യാഇൻ്റെ മുമ്പ് സുക്കൂൺ നൂന് വന്നു, ആ സുക്കൂൺ നൂനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ഐ യുത്തു. യുത്തു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്ദുണ്ട്. ശേഷം വരുന്നത് ഉലി എന്നുള്ളതിലെ ഹംസയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു, അവിടെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. കാരണം വ്യത്യസ്ത പദങ്ങളിലാണ് മദ്ദും ഹംസയും. ഒരേ പദത്തിലാണെങ്കിൽ നിർബന്ധമാണ്, ഇവിടെ നിർബന്ധമില്ല, കാരണം വ്യത്യസ്ത പദങ്ങളിലാണ് മദ്ദും ഹംസയും. അതേപോലെ ഉലു, ഉലി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ആ ഹംസ കഴിഞ്ഞിട്ടൊരു വാവ് കാണാം. അവിടെ ആ വാവിൻ്റെ മേലെ ഒരു വട്ടപൂജ്യം ഇട്ട പോലെ ഒരു അടയാളം കാണാം. അങ്ങനെയുള്ള അടയാളം കണ്ടു കഴിഞ്ഞാൽ ആ അക്ഷരം അവിടെ ഇല്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ വാവിനെ അവിടെ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവല്ല അത്, അതില്ല എന്ന് വിചാരിച്ചിട്ട് ഉലി എന്നുള്ള രൂപത്തിൽ തന്നെയാണ് പറഞ്ഞു പോകേണ്ടത്. ഉലു, ഉലി എന്നൊക്കെ. ഉലിൽ ഖുർബ വൽ മസാക്കീന വൽ മുഹാജിരീന. മുഹാജിരീന റാഇന് കസ്ർ, അപ്പോൾ രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. മുഹാജിറീന അല്ല, മുഹാജിരീന. ഫി സബീലില്ലാഹി. സബീലില്ലാഹി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു സിലി കാണാം, സ്വാദുല്ലാമും. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് കഴിയുമെങ്കിൽ. ഇനി അവിടെ നിർത്തേണ്ടി വന്നാൽ, നിർത്തുകയാണെങ്കിൽ സബീലില്ലാ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ആ ഒരു അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തെ ഹ എന്ന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരിതായിട്ട് മാറും. ഫി സബീലില്ലാ. വൽ യഅഫു വൽ യസ്ഫഹു. യസ്ഫഹു എന്നുള്ളത് കഴിഞ്ഞിട്ട് ഒരു ഖലി കാണാം, ഖാഫും ലാമും. അവിടെ പാരായണം നിർത്തലാണ് ഏറ്റവും ഉത്തമം. നിർത്താതെയും പോവാം, പക്ഷേ നിർത്തലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ നിർത്തുകയാണെങ്കിൽ യസ്ഫഹു എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹു എന്നുള്ളത് ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. ഇനി നിർത്താതെ ഓതലും പറ്റുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നിർത്താതെ ഓതുകയാണെങ്കിൽ തൊട്ട് ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്, അല എന്നുള്ളതിൽ ഹംസയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല, കാരണം വ്യത്യസ്ത പദങ്ങളിലാണ്. അവിടെ മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയുക. അപ്പോൾ വൽ യസ്ഫഹു അല. അതുകൊണ്ടാണ് അവിടെ യസ്ഫഹു എന്നുള്ളതിൻ്റെ മുകളിൽ ഒരു നീട്ടാനുള്ള അടയാളം കാണുന്നത്. അങ്ങനെ ചേർത്തി ഓതുന്ന ആളുകൾക്കുള്ളതാണ് അടയാളം. അല തുഹിബ്ബൂന ഐ യഗ്ഫിറ അല്ലാഹു. ഐ യഗ്ഫിറ, യാ ഇതിൻ്റെ മുമ്പ് സുക്കൂൺ നൂന് വന്നു, ഇദ്ഗാം ബിഗുന്ന, ആ സുക്കൂൺ നൂനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഐ യഗ്ഫിറ അല്ലാഹു ലക്കും. ലക്കും എന്ന് കഴിഞ്ഞിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഖൈലി വന്നു. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്തലാണ് ഏറ്റവും നല്ലത്. നിർത്തുകയാണെങ്കിലും നിർത്താതെ ഓതുകയാണെങ്കിലും ഒക്കെ അവിടെ എഴുതിയ പോലെ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. വല്ലാഹു ഗഫൂറുൻ. ഗഫൂറുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം റാ ആണ്. റാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ റായിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. അപ്പോൾ ഗഫൂറു എന്ന് കഴിഞ്ഞിട്ട് പിന്നെ റഹീം എന്നുള്ളതിൻ്റെ റായിന് ശബ്ദ് കൊടുത്താൽ മതി. ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം. റഹീം എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരികൾ. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തൂ ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹി വൽ യഅഫൂ വൽ യസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വലാ യഅ്തലി, ശരിക്കും അവിടെ ഇഅ്തല എന്നുള്ളതിൻ്റെ മുളാരി ആയിട്ടുള്ള യഅ്തലീ എന്നാണ്. യഅ്തലീ എന്ന് എഴുതുമ്പോൾ അവസാനത്തിൽ ഒരു യാ ഉണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പിൽ ലാ എന്ന് വരുമ്പോൾ ലാ യഅ്തലി എന്നാവും. കാരണം ജസ്മ് കൊടുക്കണം. ഇപ്പോൾ കതബ യക്തുബു, ലാ യക്തുബ് എഴുതരുത് എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ ലാ യക്തുബ് എഴുതരുത്. അതേപോലെ ജസ്മ് കൊടുക്കുക എന്നാണ് അതിന് പറയാം. സാധാരണ സുക്കൂന് കൊണ്ടാണ് അവസാനത്തിൽ സുക്കൂൻ ഇട്ടാണ് ചെയ്യുക. പക്ഷേ യഅ്തലി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ യാ ആയതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ആ യാനെ കളയാണ് ചെയ്യുക. യഅ്തലി എന്നാവും. അപ്പോൾ ലാ യഅ്തലി, സത്യം ചെയ്യരുത് അല്ലെങ്കിൽ സത്യം ചെയ്ത് മുടക്കമുണ്ടാക്കരുത്. ഉലുൽ ഫദ്ലി, ആരാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്? ഉലു. അവിടെ ആ ഉലു എന്നുള്ളത് ഫായിലിൻ്റെ സ്ഥാനത്താണ് വന്നത്. അതുകൊണ്ട് അത് ഫായിലാണ്. അതുകൊണ്ട് റഫ് കിട്ടിയ രൂപത്തിലാണ് എഴുതിയത്. അതാണ് ഉലു എന്ന് എഴുതാൻ കാരണം. എന്നാൽ ജറിൻ്റെയും അതേപോലെ നസ്ബിൻ്റെയും സന്ദർഭങ്ങളിൽ ഉലി എന്നാണ് എഴുതുക. ഇവിടെ റഫിൻ്റെ സ്ഥാനത്താണ്, അതായത് ഫായിലാണല്ലോ, ഫായിലിന് എപ്പോഴും റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഉലു എന്ന് എഴുതിയത്. ഇനി ഉലുൽ ഫദ്ലി എന്ന് പറയുമ്പോൾ, ശ്രേഷ്ഠതയുള്ള എന്ന് പറയുമ്പോൾ, ശ്രേഷ്ഠത, ആ ഫദ്ൽ എന്നുള്ള വാക്ക് അതവിടെ മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് ഫദ്ലി എന്നെഴുതിയത്. അപ്പോൾ ഉലുൽ ഫദ്ലി, ശ്രേഷ്ഠതയുള്ള, ആ ഫദ്ലി എന്നുള്ള വാക്ക് മുലാഫിൻ ഇലൈഹിയാണ്. അതുകൊണ്ടാണ് അവിടെ ഫദ്ലി അവസാനത്തിൽ കസ്റിട്ട് ജറ് കൊടുത്തത്. മിൻകും വസ്സഅതി, ആ സഅത്ത് എന്നുള്ള വാക്ക് ഫദ്ലിലേക്ക് ചേർത്ത വാക്കാണ്, ചേർക്കപ്പെട്ടത്, മഅത്തൂഫ് എന്ന് പറയാം. അതുകൊണ്ട് അൽ ഫദ്ലി എന്നുള്ളത് ജറ് കിട്ടിയ രൂപ ആയതുകൊണ്ട് സഅത്തി എന്നുള്ളതിനും ജറ് തന്നെ വേണം. അതുകൊണ്ടാണ് അവസാനത്തിൽ കസ്റിട്ടത്. കാരണം നിവൃത്തിയും ശ്രേഷ്ഠതയും ഉള്ളവൻ, അപ്പോൾ ആ ഉള്ള എന്നുള്ള ഉലു എന്നുള്ളത് രണ്ടിനും ബാധകമാണ്. അതുകൊണ്ട് ആ ഫദ്ൽ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. അതേപോലെയുള്ളൊരു മുലാഫിൻ ഇലൈഹി തന്നെയാണ് സഅത്തും. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ ആദ്യത്തെ മുലാഫിൻ ഇലൈഹിലേക്ക് മഅത്തൂഫാണ്, ചേർക്കപ്പെട്ടതാണ് സഅത്ത് എന്നുള്ളത് പറയാം. ഇനി ഐ യുഅ്തൂ, ശരിക്കത് യുഅ്തൂന എന്നാണ്. അൻ വരുമ്പോൾ അൻ, ലൻ, ഇദൻ, കെ ഇതൊക്കെ വരുന്ന സമയത്ത് അതിനുശേഷം വരുന്ന മുളാരിയായിട്ടുള്ള ക്രിയകൾക്ക് നെസ്ബ് കിട്ടുമെന്നാണ് പറയാം. സാധാരണ നെസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്തഹ് കൊണ്ടാണ് സൂചിപ്പിക്കുക. പക്ഷേ വാവ് നൂനൊക്കെ വരുന്ന സമയത്ത് അവസാനത്തെ ആ നൂനിനെ കളയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഐ യുഅ്തൂന എന്ന് പറയില്ല, ഐ യുഅ്തൂ എന്നാവും. ഇനി ഇവിടെയും ഐ യുഅ്തൂ, കൊടുക്കുന്നതിന് എന്ന് പറഞ്ഞു. ആർക്ക് കൊടുക്കുന്നതിന്? ഉലി. അപ്പോൾ അത് മഫ്ഊലും ബിയുടെ സ്ഥാനത്ത്. ആർക്ക് എന്ന് പറയുമ്പോൾ അത് മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. ആ കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മഫ്ഊലും ബിഹി അതിനെപ്പോഴും നെസ്ബായിരിക്കും. സാധാരണ ഫത്തഹ് കൊണ്ടാണ്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഉലു എന്നുള്ളത് റഫിൻ്റെ രൂപവും ഉലി എന്നുള്ളത് നെസ്ബിൻ്റെയും ജറിൻ്റെയും രൂപമാണ്. അപ്പോൾ ഇവിടെ നെസ്ബിൻ്റെ രൂപം കിട്ടണം. അതുകൊണ്ടാണ് ഉലി എന്ന് എഴുതിയത്. ഇനി ഉലിൽ ഖുർബ, അപ്പോൾ ഖുർബ എന്തായിരിക്കും? മുലാഫിൻ ഇലൈഹിയാണ്. ഉലിൽ ഖുർബ, കുടുംബബന്ധമുള്ളവൻ, കുടുംബബന്ധമുള്ളവർ എന്നൊക്കെ പറയുമ്പോൾ ആ കുടുംബബന്ധം എന്നുള്ള ഖുർബ എന്നുള്ള വാക്ക് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്. സാധാരണ കസ്റ് കൊണ്ടാണ് സൂചിപ്പിക്കുക. പക്ഷേ ഇവിടെ ഖുർബ എന്ന് എഴുതുമ്പോൾ അവസാനത്തിൽ ഉച്ചരിക്കാത്ത അക്ഷരമുണ്ട്, ഇല്ലത്തിൻ്റെ അക്ഷരമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നമുക്ക് ആ അടയാളം ഇട്ട് കൊടുക്കാൻ കഴിയില്ല, കസ്റിട്ട് കൊടുക്കാൻ കഴിയില്ല. ആ ഇല്ലത്തിൻ്റെ അക്ഷരം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗമുള്ള അക്ഷരം എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ ഹർക്കത്തൊന്നും അതിന് താങ്ങി നിർത്താൻ കഴിവില്ല എന്നർത്ഥം. ഫത്തവും കസറും ലമ്മും ഒന്നും അതിന് ചേരില്ല, അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഇത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം, അല്ലെങ്കിൽ ജറ് കിട്ടിയിട്ടുണ്ട്, നമുക്കതിനെ കാണിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഖുർബ. ഇനി ആ ഉലി എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ടാണ് മസാക്കീനും മുഹാജിറിനും വന്നത്. നിങ്ങൾ കൊടുക്കുന്നതിനെ എന്ന് പറഞ്ഞില്ലേ, കൊടുക്കുന്നതിനെ നിങ്ങൾ തടയരുത്. ആർക്ക് കൊടുക്കുന്നതിനെ? ഉലി, ഉള്ളവർക്ക്. എന്നിട്ട് ആ ഉള്ളവർക്ക് എന്നുള്ള ആ ഉലി എന്നുള്ളത് നസ്ബിൻ്റെ രൂപത്തിലാണ് എഴുതിയത്, അത് മഫ്ഊലും ബിഹിയാണ്. അതിലേക്ക് ചേർത്തുകൊണ്ട് തന്നെയാണ് അവർക്ക് മാത്രമല്ല വൽ മസാക്കീൻ, മിസ്കീനുകൾക്കും, വൽ മുഹാജിരീൻ, മുഹാജിറുകൾക്കും, ഇവർക്കൊന്നും കൊടുക്കുന്നതിനെ തടയരുതെന്നാണ്. അപ്പോൾ ഇതൊക്കെ മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. അപ്പോൾ നമുക്ക് പറയാം ആ ഉലി എന്നുള്ളതിലേക്ക് മഅത്തൂഫാണ്, ചേർക്കപ്പെട്ടതാണ് മസാക്കീനും മുഹാജിരീനും ഒക്കെയെന്ന്. അപ്പോൾ അവിടെ മസാക്കീൻ എന്നുള്ളതിനും മുഹാജിരീൻ എന്നുള്ളതിനൊക്കെ നെസ്ബ് കിട്ടണം, മഫ്ഊലും ബിഹിയാണല്ലോ. മസാക്കീൻ എന്നുള്ളതിന് നെസ്ബ് കിട്ടിയ രൂപത്തിൽ എഴുതുക മസാക്കീന എന്നാണ്. അതേസമയത്ത് ജറിൻ്റെ രൂപത്തിലാണെങ്കിൽ മസാക്കീനി എന്നെഴുതും.
മുഹാജിറൂൻ എന്നാണ് റഫിൻ്റെ രൂപം. മുഹാജിരീൻ എന്നുള്ളത് നെസ്ബിൻ്റെയും ജെറിൻ്റെയും രൂപമാണ്. അപ്പോൾ ഇവിടെ നെസ്ബിൻ്റെ രൂപമായതുകൊണ്ട് മുഹാജിരീൻ എന്നെഴുതി. ഫീ സബീലില്ല എന്നെടുക്കുകയാണെങ്കിൽ സബീലുല്ലാഹി എന്നാണ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗം എന്നുള്ളതിന് സബീലുല്ലാഹി എന്നാണ് പറയാം. അപ്പോൾ സബീൽ എന്നുള്ളത് മുലാഫാണ്, അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലേഹിയാണ്. മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്, അതുകൊണ്ടാണ് അള്ളാഹി അവസാനത്തിൽ കസറിട്ട് എഴുതിയത്. എന്നാൽ ഈ സബീൽ എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ഫീ വരുമ്പോൾ ഫീ ഹർഫ് ജറാണ്, ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജർ കിട്ടും. അപ്പോൾ സബീലു എന്നുള്ളത് സബീലി എന്നാവും. ഫീ വന്നതുകൊണ്ടാണ് സബീലി ആയത്, അല്ലെങ്കിൽ സബീലുല്ലാഹി എന്നാണ് പറയാം. ഫീ വരുമ്പോൾ ഫീ സബീലി എന്ന് പറയും. സബീലി എന്ന് കഴിഞ്ഞാൽ പിന്നെ ലാ എന്ന് പറയില്ല, സബീലി ലാഹി എന്നാണ് പറയും. അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കെസറുള്ള അക്ഷരം വന്നാൽ അള്ളാഹ് എന്നുള്ളതിന് പകരം ലാ എന്നുള്ള ഉച്ചാരണം കൊടുക്കും. അപ്പോൾ ഫീ സബീലി ലാഹി, ഫീ സബീലി ലാഹി എന്ന് പറയില്ല, ഫീ സബീലി ലാഹി. വൽ യാഫൂ, അത് ശരിക്കും എങ്ങനെ വന്നതാ? അഫ എന്നുള്ളത് മാലി, യാഫൂ മുലാരി, യാഫൂന അതിൻ്റെ ബഹുവചന രൂപം. യാഫൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ ചേർക്കുമ്പോൾ ലി യാഫൂ എന്നാവും. കാരണം ആ സമയത്ത് യാഫൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് കളയും, ലി യാഫൂ. അതിൻ്റെ മുമ്പിൽ വ എന്ന് ചേരുമ്പോൾ വ ലി യാഫൂ എന്നുള്ളതിനെ ചേർത്ത് എഴുതുമ്പോൾ വൽ യാഫൂ എന്നാവും. അതുപോലെ തന്നെയാണ് വൽ യസ്ഫഹു എന്നും വന്നത്. സഫഹ യസ്ഫഹു യസ്ഫഹൂന, അതിനു മുമ്പിൽ ലീ ചേർക്കുമ്പോൾ ലി യസ്ഫഹു, അതിനു മുമ്പിൽ വാവ് വരുമ്പോൾ വൽ യസ്ഫഹു. ഇനി അലാ തൊഹിബൂന ഐ യഗ്ഫിറ, ഗഫറ എന്നുള്ളതിൻ്റെ മുലാരിയാണ് യഗ്ഫിറു. യഗ്ഫിറു എന്നുള്ളതിന് മുമ്പിൽ അൻ വരുമ്പോൾ, അൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, അന്നിന് ശേഷം വരുന്ന മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് നെസ്ബ് കിട്ടും, സാധാരണ ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീനുണ്ടോ. അപ്പോൾ ഇവിടെ ഐ യഗ്ഫിറ, യഗ്ഫിറു എന്നുള്ളത് യഗ്ഫിറ എന്നാവാൻ കാരണം അൻ വന്നതുകൊണ്ടാണ്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യഗ്ഫിറു എന്നുള്ളതിന് നെസ്ബ് കൊടുത്തപ്പോൾ യഗ്ഫിറ എന്നായി. ഇനി ഐ യഗ്ഫിറ അല്ലാഹു, ആര് പുറത്തു കൊടുക്കാൻ? അള്ളാഹു. അള്ളാഹു എന്നുള്ള പദം അവിടെ ഫായിലാണ്, അല്ലെങ്കിൽ കർത്താവാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് അള്ളാഹു റഫ് കിട്ടിയ രൂപത്തിൽ എഴുതിയത്. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. ലക്കും നിങ്ങൾക്ക്, അത് മഫ്ഊലുൻ ബിയുടെ സ്ഥാനത്താണ്. വല്ലാഹു വാവ് ഇസ്തിനാഫയുടെ വാവാണ്. വല്ലാഹു ഗഫൂറുൻ, അവിടെ അള്ളാഹു ഗഫൂർ എന്നെടുത്താൽ അതൊരു വാചകമാണ്. അള്ളാഹു എന്നുള്ളത് മുബ്തദ്, ഗഫൂറുൻ എന്നുള്ളത് ഖബർ. മുബ്തദും ഖബറും ചേർന്നുകൊണ്ടൊരു വാചകം ഉണ്ടാകുമ്പോൾ രണ്ടിനും റഫ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് അള്ളാഹു ഗഫൂറുൻ, രണ്ടിനും റഫ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഗഫൂർ എന്നുള്ള പദത്തിൻ്റെ വിശേഷണമാണ് റഹീം. ഗഫൂറുൻ പുറത്തു കൊടുക്കുന്നവനാണ്. എങ്ങനെയുള്ള പുറത്തു കൊടുക്കുന്നവൻ? റഹീമുൻ കരുണാനിധിയായ പുറത്തു കൊടുക്കുന്നവൻ. അപ്പോൾ ഗഫൂറുൻ എന്നുള്ളതിൻ്റെ സിഫത്താണ്, അല്ലെങ്കിൽ വിശേഷണമാണ് റഹീം. അങ്ങനെ ഒന്നിനെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപം കിട്ടണം. അതുകൊണ്ടാണ് ഗഫൂറുൻ റഹീമുൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതി. ഇനി ഈ ഒരു ഗഫൂറുൻ റഹീമുൻ എന്നുള്ളതിന് ആ ഒരു സിഫത്തിൻ്റെ അർത്ഥമല്ലാത്ത രൂപത്തിൽ അത്ഫിൻ്റെ അർത്ഥം വെച്ചിട്ടും കൊടുക്കാം. അതായത് ഗഫൂറു റഹീം എന്ന് പറയുമ്പോൾ കരുണാനിധിയായ പുറത്തു കൊടുക്കുന്നവൻ എന്നുള്ളതിന് പകരം കരുണാനിധിയും പുറത്തു കൊടുക്കുന്നവനും ആണ് എന്നുള്ള രൂപത്തിൽ അങ്ങനെയും അർത്ഥം കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.